എന്തായിരിക്കണം വിശുദ്ധ ഖുർആനുമായി ഒരു സത്യവിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ ബന്ധം? എന്താണ് ഒരു മനുഷ്യനെ ഖുർആൻ എന്നത്? വളരെ കുറച്ചു മാത്രം ആലോചിക്കുന്ന, നേരത്തെ ഹക്കീം സാഹിബ് പറഞ്ഞതുപോലെ, നമ്മളുടെ കയ്യിലുള്ള അമൂല്യ രത്നത്തിന്റെ വില മനസ്സിലാക്കാത്ത ധാരാളം ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ റൂട്ട് മാപ്പ് എന്ന് ചോദിച്ചാൽ, അത് വിശുദ്ധ ഖുർആനാണ് എന്ന് പറയുവാൻ ശേഷിയുള്ള ഒരു ജനത ഉണ്ടാവുക എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനമായ ഒന്ന്. വിശുദ്ധ ഖുർആനിനനുസരിച്ച് ജീവിതത്തെ മാറ്റുന്ന, വ്യക്തി ജീവിതത്തെ മാറ്റുന്ന, കുടുംബത്തെ ആ വിധത്തിൽ സംസ്കരിച്ചെടുക്കുന്ന, അങ്ങനെ മനോഹരമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതിവെപ്പും കൂടിയാണ് ഈ ഖുർആൻ സമ്മേളനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അത്തരത്തിലൊന്നായി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്ത വിഷയങ്ങളിലാണ് ഇന്ന് പലരും ഇവിടെ സംസാരിക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അതല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഖുർആനിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നത് വളരെ ഗൗരവപ്പെട്ട ചിന്തയും ചർച്ചയുമാണ്. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള വർത്തമാനങ്ങളിൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ സമർപ്പിക്കാറുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, 3 കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കുടുംബങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും തീർച്ചയായും റബ്ബിട്ട് തരും. നിങ്ങൾ ഒന്നാമത്തേത് നിർവഹിച്ചാൽ ബാക്കി റബ്ബിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ആ 3 കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവും പരസ്പര ആദരവും ബഹുമാനവും സ്നേഹവും റബ്ബ് ഇട്ടുതരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ പഠിക്കുന്ന ഒരു കുടുംബം എന്നത്. നിങ്ങൾ വീടുകളിൽ എന്ത് ചെയ്യുക? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന, ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടമായി നിങ്ങൾ കുടുംബത്തെ വളർത്തിയെടുക്കുക. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത് എന്നത് തങ്ങളുടെ പിഞ്ചു കുഞ്ഞിനെ അടക്കം, നേരത്തെ ഗസയെ കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് നമ്മൾ കണ്ട ഒരു വീഡിയോ ആയിരിക്കും. ഒരു ചെറിയ മോന്, ഏകദേശം ഒരു 12-13 വയസ്സുള്ള മോന് ഫലസ്തീനിൽ ഇത്രമാത്രം ക്രൂരമായി അവർ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോഴും ഫറോവയെ കുറിച്ച് പറയുന്ന ഒരു മോനെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഫറോവയെ കുറിച്ച്, ഫറോവ എന്ന ധിക്കാരിയായ ഭരണാധികാരിയെ കുറിച്ച്, എങ്ങനെയാണ് ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കി കൊന്നുകളഞ്ഞത് എന്നതിനെ കുറിച്ച് ആൻ മോമൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഒരു ചെങ്കടലിൽ മുങ്ങിയപ്പോഴേക്കും നീന്താനറിയാത്ത ഒരു നിസ്സഹായനായ മനുഷ്യനായിട്ട് ഫറോവ മാറിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് സൂറത്ത് താഹയിലെ ഒരു ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ മോൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടികുത്തി വാണ സകലതും അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് വിളിച്ചു പറഞ്ഞ ഒരു ഭരണാധികാരി എങ്ങനെയാണ് നീന്താൻ അറിയാത്ത നിസ്സഹായനായ മനുഷ്യനായിട്ട് ചെങ്കടലിൽ പതിഞ്ഞതെന്ന് നിങ്ങൾ കണ്ടില്ലേ എന്ന് ലോകത്തോട് ആ കൊച്ചുമോൻ വിളിച്ചു പറയുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ആ മകന് ഊർജം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഖുർആൻ ഹിഫ്ളാക്കിയ വിദ്യാർത്ഥികൾ അവിടെ നിന്നും പഠിച്ചു പുറത്തിറങ്ങുകയും ഖുർആൻ ഹിഫ്ളാക്കിയതിന്റെ ആഘോഷം ആ നാട്ടുകാർ ആഘോഷിക്കുകയും ഉമ്മയും ഉപ്പയും ആ മക്കളെ ചേർത്ത് പിടിക്കുകയും, ചിലപ്പോൾ അനാഥരായ മക്കളാണെങ്കിലും ബാക്കിയുള്ളവർ ആ മക്കളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനോഹരമായ ദൃശ്യം ഇന്ന് നമുക്ക് ഗസയിൽ നിന്നും കാണുന്നുണ്ട്. ആരാണ് അവർക്ക് ഊർജം, ഏതിൽ നിന്നാണ് അവർ ഊർജം സംഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി ഏതുള്ളൂ, അത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഇങ്ങനെ നമ്മളുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന, വീണ്ടും നമ്മളെ ഒന്നുകൂടി റീതിങ്കിങ്ങിന് വിധേയമാക്കുന്ന, ഒന്നും കൂടി പുനരാലോചിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, നയനിലപാടുകളെക്കുറിച്ച്, സമ്പത്ത് ശേഖരിക്കുന്നതിനെ കുറിച്ച്, ചിലവഴിക്കുന്നതിനെ കുറിച്ച്, എന്തിനധികം നമ്മൾ നിസാരമെന്ന് കരുതുന്ന വളരെ ചെറുതായ കാര്യങ്ങളെ കുറിച്ചുകൂടി വിശുദ്ധ ഖുർആൻ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധാരണ നമ്മൾ പറയാറുണ്ട്,
നമസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ സുജൂദിൽ നിങ്ങളുടെ നെറ്റിത്തടം വെക്കേണ്ടതെന്നോ നിങ്ങളുടെ കൈകൾ എങ്ങനെയാണ് വിടർത്തി വെക്കേണ്ടതെന്നോ വിശദീകരിക്കാത്ത വിശുദ്ധ ഖുർആൻ. നമ്മൾ വിചാരിക്കുന്നത് നമസ്കരിച്ചാൽ തന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ ആളായി അല്ലെ, നല്ല വിശ്വാസിയായി, നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്ത. സക്കാത്തിന് പിന്നെ കുറച്ച് സക്കാത്ത് നമുക്കൊക്കെ വേണോ, അതൊക്കെ നമ്മളെ തടിക്ക് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതെല്ലാം പിന്നെ ഹജ്ജും അല്ലേ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ റുക്കൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ മുതുക് എങ്ങനെയായിരിക്കണം എന്നതടക്കം വിശദീകരിക്കണമല്ലോ. കാരണം ഇത്രമാത്രം പേജുകളിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയമുണ്ടാകുന്ന കാര്യമാണ്. എന്തായിരിക്കും ഇത്രമാത്രം ഗൗരവത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് എങ്കിൽ നമ്മൾ ചെറുതെന്ന് കരുതുന്ന വളരെ ചെറിയ കുഞ്ഞു കാര്യങ്ങളെ പോലും വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നത് നമ്മളിൽ എത്രമാത്രം ആളുകൾക്കാണ് അറിയുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഗൗരവത്തോടെ എടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വേറൊരാളുടെയും വീട്ടുകളിലേക്ക് കയറരുത് നിങ്ങൾക്ക് പെർമിഷൻ തന്നാലല്ലാതെ. നിങ്ങൾ അവർക്ക് സലാം പറഞ്ഞ് അനുവാദം ചോദിച്ച് നിങ്ങൾക്ക് അവർ സലാം മടക്കി പെർമിഷൻ തന്നാലല്ലാതെ നിങ്ങൾ ആരുടെയും വീടുകളിലേക്ക് എന്ത് ചെയ്യരുത്, കടക്കരുത്. നിങ്ങൾ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ 3 പ്രാവശ്യം ചോദിക്കണം. നിങ്ങൾ 3 പ്രാവശ്യം സലാം ചൊല്ലിയതിനു ശേഷം അവർ മടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു പോരണം. എന്നിട്ട് ആ ആയത്തിനോട് ചേർന്നിട്ട് റബ്ബ് പറയാണ്, ഇനി നിങ്ങൾക്ക് അവർ പെർമിഷൻ തന്നിട്ടില്ല എങ്കിൽ ഫർജിഉ, നിങ്ങൾ മടങ്ങുക. നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അവർ ഓക്കെ അല്ല, നിങ്ങളോട് സംസാരിക്കാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എന്തില്ല, മാനസികമായിട്ട് അവർ തയ്യാറല്ല, വല്ല പ്രയാസവും ഉണ്ട് എങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു പോരണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട്, വീടിന്റെ വാതിലിന്റെ നേരെ നിന്നിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ബെല്ലടിച്ചവരിങ്ങനെ കാത്തു നിൽക്കരുത്. സലാം പറഞ്ഞിട്ടേ നിങ്ങൾ ഒരു വശം ചൊരിഞ്ഞു നിൽക്കണം. ഇനിയോ അങ്ങോട്ടേക്കാരും പ്രവേശിക്കുന്നു വരുന്നില്ല എന്ന് ഒന്ന് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ മെല്ലെ അപ്പുറത്തേക്ക് ജനലിലേ പോയിട്ട് ജനലിന്റെ ഉള്ളിലൂടെ നോക്കുക, ആരും ഇല്ല ഇവിടെ അല്ലേ. പിന്നെ വല്ല അടുക്കള വശത്തൂടെ പോവുക. അങ്ങനെ അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ മുറ്റത്തുണ്ടോ അല്ലെ അപ്പുറത്തുണ്ടോ നോക്കിയിട്ട് ഒരു വീടിന് ചുറ്റാൻ പറ്റുന്ന സകല സ്ഥലത്തൂടും ചുറ്റിയിട്ട് നമ്മളെ അവിടെ എവിടെ ഇല്ലേ എന്ന് നോക്കുന്ന ഏർപ്പാടിനെ കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന മാനേഴ്സിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അത്രമാത്രം ഗൗരവത്തോടു കൂടി പറയേണ്ടത്. നിങ്ങൾ അവിടെ നിന്നും അവർക്ക് സലാം പറയുക, പെർമിഷൻ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടില്ല എങ്കിൽ ഫർജിഉ, അവരോട് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതയും അതൃപ്തിയും ഒരു പ്രയാസവും പ്രശ്നവും തോന്നാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാന്യമായി തിരിച്ചു പോവുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആണിന്റെ അവകാശത്തെക്കുറിച്ച് പെണ്ണിന്റെ അവകാശത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ അടുത്തൊരായത്ത് വായിച്ചപ്പോഴാണ് നമ്മൾ വിശുദ്ധ ഖുർആനിനെ ഇനിയും എത്രമാത്രം ആഴത്തിലാണ് ഇനിയും പഠിക്കുവാനും ആളുകളെ പഠിപ്പിക്കുവാനുമുള്ളതെന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു പോയത്. സൂറത്തുൽ ബഖറയിലെ ഒരായത്താണത്. സത്യവിശ്വാസികളായ സ്ത്രീകളോട്, അതും ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ യഹില്ലു ലഹുന്ന അൻ യക്തുമന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന. അല്ലയോ സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഭ്രൂണമായിട്ട് വളരുന്നുണ്ട് ഒരു കുഞ്ഞു എങ്കിൽ, അതിങ്ങനെ ഒരു കുഞ്ഞായിട്ട് ഭ്രൂണമായിട്ട് റബ്ബ് അതിനൊരു ജീവൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിവാഹമോചനം കഴിഞ്ഞ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം കഴിഞ്ഞ ഒരു സ്ത്രീ 3 മാസക്കാലം ഇദ്ദ ആചരിക്കണം എന്ന് പോലും അറിയാത്ത ധാരാളക്കണക്കിന് ആളുകൾ നമ്മളെടുത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താ, ഭർത്താവ് മരിച്ചാൽ മാത്രമാണ് ഇദ്ദ. ആ ഇദ്ദ തന്നെ ഒരു വേറൊരു ലെവലാണല്ലേ. ആ ഇദ്ദ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇദ്ദയും നമ്മൾ അനുഷ്ഠിക്കുന്ന ഇദ്ദയും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്ന് അതിന്റെ ആയത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ ഓരോ വിധികളെ കുറിച്ചും, വിവാഹമാവട്ടെ, വിവാഹമോചനമാവട്ടെ, ഇദ്ദയാവട്ടെ, യതീം മക്കളുടെ സംരക്ഷണമാവട്ടെ, അനന്തരാവകാശ നിയമത്തിനെ കുറിച്ചുള്ള വർത്തമാനമാകട്ടെ, ഏതെന്ന് പറയുമ്പോഴും എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു സമൂഹത്തെ ഏറ്റവും ഭദ്രമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് വിവാഹമോചനം കഴിഞ്ഞ സ്ത്രീകൾ
അവൾ പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കാം, പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ 3 മാസം എന്ന് പറയുമ്പോൾ അവസാന നിമിഷത്തിലാണ് അവൾ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞതെന്ന് വിചാരിക്കാം. പക്ഷേ ഹസ്ബൻഡുമായിട്ട് കുറെ കാലം ഇങ്ങനെ തെറ്റി വഴക്കിട്ടൊക്കെ നിന്ന് അവസാനം വിവാഹമോചനം കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് യുദ്ധന്റെ 3 മാസക്കാലം യുദ്ധയിരിക്കുന്ന സമയത്താണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ പ്രഗ്നന്റ് ആണെന്ന്. അപ്പൊ ഉമ്മ പറയണെന്ത്, നീ ഏതായാലും അവനോട് പറയണ്ട, അങ്ങനെ എന്ത് ചെയ്യണ്ട, നമ്മളുടെ കുട്ടിയെ അവൻ എടുക്കണ്ട, അവനെന്ത് ചെയ്യട്ടെ, നിനക്ക് വേണമെങ്കിൽ വേറെ ഒരാളെ ഇൻഷാ അല്ലാഹ് പണമൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരാളെ വേണമെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നിന്നെ വേറെ ഒരാളെ വെച്ചിട്ട് കല്യാണം ഇൻഷാ അല്ലാഹ് ഉമ്മ നടത്തി തരും, ഉപ്പ നടത്തി തരും. മോളെ നമ്മളുടെ കുഞ്ഞായിട്ട് നമുക്ക് അവനെ വളർത്താം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഉപ്പ ആ വിവരം അറിയേണ്ടതില്ല, അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ എന്ത് ചെയ്യേണ്ടതില്ല, അവൻ വളർത്തേണ്ടതില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ, ആ ഉമ്മ പറഞ്ഞാൽ മാത്രമേ അത് തൻ്റെ കുഞ്ഞാണ് എന്നൊരു പുരുഷൻ അറിയുകയുള്ളൂ എന്ന വലിയൊരു നീതി നിഷേധമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കയറിക്കൂടി വരാനിടയുള്ള എല്ലാ അനീതിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ അതിന്റെ വേരടക്കം മറുത്തു കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഒരു കുഞ്ഞായിട്ട് പോലുമില്ല, അതിന് ജീവൻ വെച്ചിട്ട് പോലുമില്ല, അതിങ്ങനെ അണ്ടവും ബീജവും കൂടി ചേർന്ന് അതിനെ ഒരു രക്തപിണ്ഡമായിട്ട് മാറി വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ലാ യഹില്ലു ലഹുന്ന അയക്തുമുന മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന, നിങ്ങളുടെ ഭ്രൂണത്തിലേക്ക് റബ്ബിട്ട ആ ഒരു വിത്തുണ്ടല്ലോ അതിന് മറച്ചു വെക്കാൻ സത്യവിശ്വാസിനികളെ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പറ്റൂല. അവൻ ആരിലേക്ക് ചേർക്കപ്പെടണം, ആ കുഞ്ഞാരിലേക്ക് ചേർക്കപ്പെടണം. പിതാവിനെ തന്നെയാണ് പിതാവേ എന്ന് വിളിക്കേണ്ടത്. ആരാണ് എന്റെ അനന്തരാവകാശി എന്ന് ചോദിക്കുമ്പോൾ അവന്റെ പിതാവിലേക്ക് തന്നെ ചേർക്കപ്പെടണമെന്ന് പറയുന്ന മനുഷ്യാവകാശത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നിടത്തേക്ക് നമ്മുടെ ചർച്ചകൾ എത്തുമ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യാവകാശത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നേരത്തെ ഹക്കീം സാഹിബ് പറഞ്ഞു, ഒരു സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ അനാചാരങ്ങളെയും വേററുത്തു കളഞ്ഞു വിശുദ്ധ ഖുർആൻ. അത് പല മനുഷ്യരുടെയും സ്വഭാവത്തെ മാറ്റി. നമുക്കറിയാം, ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് എന്നോടാണ് എൻ്റെ റബ്ബ് നേർക്കുനേരെ സംസാരിക്കുന്നത് എന്ന മാനസികാവസ്ഥയിൽ ഹൃദയം ഇങ്ങനെ കിടുകിടെ വിറത്ത പല സ്വഹാബിമാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ കിടുകിടെ വിറച്ചുപോയ കുറെ സ്വഹാബിമാരെ, സ്വഹാബി വനിതകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരെ നമുക്ക് ആ നിലക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയല്ലോ, ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ഞാൻ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളിൽ ചില മനുഷ്യരുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന ആയത്തിറങ്ങിയ സമയത്ത് സഹാബാക്കളുടെ മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആ കപട വിശ്വാസികളിൽ, മുനാഫിക്കുകളിൽ ഞാനുണ്ടോ പഠിച്ചോനെ? ആ ലിസ്റ്റ് എനിക്ക് കിട്ടാൻ എന്താ വഴി? ഞാൻ ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ടോ? അള്ളാഹുവിനെ വഞ്ചിക്കുന്ന അള്ളാഹുവിനെ വഞ്ചിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് ഓർത്ത് കിടുകിടെ ഹൃദയം നിറച്ചുപോയി ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നുപോയ ഉമർ ബിൻ ഖത്താബിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഹൃദയത്തോട് ഖുർആൻ സംവദിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് നമ്മളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടികൾ ഏതൊക്കെ ചോദ്യങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം, അനന്തരാവകാശത്തെ കുറിച്ചിട്ട് എന്താണമ്മ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നമ്മുടെ അഭിപ്രായം? ആണിന്റെ പകുതിയാണ് പെണ്ണിനെന്ന് അല്ലേ? അത് കേൾക്കുമ്പോ ആണിന്റെ പകുതിയാണ് പെണ്ണിനെന്ന്, അത് അനീതിയല്ലേ ഉമ്മ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉണ്ട്, ഞാൻ ജെൻഡറിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത്. എൻ്റെ ക്യാമ്പസിൽ അങ്ങനെയാണ് ചർച്ച, ഞാൻ കാണുന്ന റീലുകളിൽ അങ്ങനെയാണ് ചർച്ച. എന്താണ് ഉമ്മ ഉപ്പ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ തന്നെ പ്രമുഖരായ കലാലയങ്ങളിലെ ഹിജാബിട്ട പെൺകുട്ടികളാണ് തങ്ങൾക്ക് നേരെ നീണ്ടുവന്ന ചാനൽ മൈക്കുകളിലൂടെ അവർ പറഞ്ഞത്, തീർച്ചയായിട്ടും ഇസ്ലാം നീതിയുടെ മതമാണ്, പക്ഷെ അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിനെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് രണ്ടും ഒരുപോലെയാക്കണം. അപ്പോഴാണ് ജെൻഡർ ജസ്റ്റിസ് ഇവിടെ നടപ്പിലാവുക. കുടുംബത്തെ കുറിച്ച് പറഞ്ഞ സൂറത്ത് നിസാ എന്ന അധ്യായത്തിലാണല്ലോ അനന്തരാവകാശത്തെ കുറിച്ച് പറയുന്നത്. അതും വളരെ ചുരുക്കം ആയത്തുകളില്. സൂറത്ത് നിസായിലെ 7-ാമത്തെ ആയത്തിലാണ് അനന്തരാവകാശത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനു മുമ്പ് പടച്ചോൻ പറഞ്ഞു വെക്കുന്ന കുറച്ച് വർത്തമാനങ്ങളുണ്ട്.
നമ്മുടെ മക്കൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ഉള്ള ഒരു കുടുംബാന്തരീക്ഷം, ഖുർആനിനെ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കുടുംബാന്തരീക്ഷം തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ വേണം. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്ത് അല്ലേ, ആൺമക്കളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും റബ്ബ് സൃഷ്ടിച്ചു, ഇണകളെയും ഇണകളായി സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ആദ്യം കുടുംബ ബന്ധത്തിന്റെ പവിത്രതയെ കുറിച്ച് പടച്ചോൻ പറഞ്ഞു വെക്കുന്നു. രണ്ടാമത് അനാഥ മക്കളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നു. അനാഥ മക്കളെ കുറിച്ച് ഓർത്താണല്ലോ നമ്മൾ അധികവും ഈ സ്വത്ത് വിഹിതം വെക്കുന്ന സമയത്ത് പാവം ആ കുട്ടിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, പെൺമക്കളായതുകൊണ്ട് അനാഥരായിപ്പോയല്ലോ എന്നതൊക്കെ ബേജാർ അവരെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് പറയുന്നത് അനാഥ മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടു കൂടിയാണ്. നിങ്ങളുടെ മുതലും അവരുടെ മുതലും തമ്മിൽ കൂട്ടിക്കുഴച്ച് നിങ്ങൾ തിന്നരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. മൂന്നാമത് റബ്ബ് പറയുന്നത് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ടാണ്. നാലാമത് പടച്ചവൻ പറയുന്നത് മഹറുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാല് ഒരു പെണ്ണിലേക്ക് ചേർക്കപ്പെടേണ്ട സ്വത്തിനെ കുറിച്ചാണ് പടച്ചവൻ പറയുന്നത്. മഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നും മുസ്ലിം സമുദായത്തിൽ ഒരു കൂട്ടം ആളുകളോട് വിവാഹത്തിന്റെ സമയത്ത് മോളെ നിനക്കെത്രയാണ് മഹർ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഓക്ക് തന്നെ അത്ഭുതമായിരിക്കും. അങ്ങനെ ഒരു സാധനം എന്താണത്? ഞങ്ങൾ കേട്ടിട്ടുള്ളത് ആകെ സ്ത്രീധനത്തെ കുറിച്ച് മാത്രമാണ്. ഇങ്ങനെ ഒരു പശുവിനെ വിൽക്കുന്ന ആടുമാടുകളെ വിൽക്കുന്നത് പോലെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരു ചരക്ക് മാത്രമായിട്ട്. സാധാരണ പശുവൊക്കെ വാങ്ങുന്ന സമയത്ത് അങ്ങോട്ടാണ് പണം കൊടുക്കുക. പക്ഷെ പെണ്ണിനെന്ത് ചെയ്യും? പെണ്ണിനെയും കൊടുക്കോ, കുറച്ച് പണവും പണ്ടും അങ്ങോട്ടേക്ക് കൊടുക്കും അല്ലെ, കെട്ടുന്ന ചെക്കനെ, കെട്ടാൻ പോകുന്ന ചെക്കനെ എന്ന് പറഞ്ഞാൽ ഞാനൊരു അറവുശാലയിലെ വിൽക്കപ്പെടുന്ന ഒരു കച്ചവട വസ്തുവായിട്ട് മാറുന്ന ഒരു സിസ്റ്റം ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന സമയത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് വആതൂഹും സദഖാതിഹിന്ന നിഹ്ല വആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അവർക്ക് നൽകേണ്ടുന്ന മഹർ നിങ്ങളുടെ ബാധ്യതയായിക്കൊണ്ട് നിങ്ങൾ അവർക്ക് നൽകുക. എന്തല്ല? സ്ത്രീധനത്തെ കുറിച്ചല്ല വർത്തമാനം. അവർ ചോദിക്കുന്ന മഹർ, അവരുടെ മഹർ, അത് അവരുടേതാണ്, അവരുടെ ഒരു ഫിനാൻഷ്യൽ അസറ്റാണത്. അതുകൊണ്ട് അവർ ചോദിക്കുന്ന അവരുടെ മഹർ എന്ത് ചെയ്യണം? അവർക്ക് നിശ്ചയിക്കപ്പെട്ട മഹർ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതയായിക്കൊണ്ട് അവർക്ക് നൽകണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പോകുന്നത് അനന്തരാവകാശത്തെ കുറിച്ചുള്ള ആയത്തുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിക്കുന്നത്. അപ്പൊ മഹർ നിങ്ങൾ നൽകണം. മഹർ എന്ന് പറഞ്ഞാല് അത് അവളുടെ സ്വത്താണ്, അത് അവൾക്ക് അർഹതപ്പെട്ടതാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് പുരുഷന്മാരോട്, ഇനി അതിൽ നിന്നും വല്ലതും നിങ്ങൾക്ക് അവൾ തന്നാൽ, എങ്ങനെ സന്തോഷത്തോടുകൂടി തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഭക്ഷിച്ചു കൊള്ളുക. സന്തോഷത്തോടെ, കണ്ണുരുട്ടി പിടിച്ചിട്ടൊന്നും വാങ്ങരുത്. എന്തേ എന്റെ മഹറൊന്ന് വിറ്റിട്ട് എന്റെ കടം തീർക്കാൻ പറ്റുമോ? ഇക്ക നിങ്ങൾ ആകെ പ്രയാസത്തിലാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കടം വാങ്ങുന്നത്? സാരില്ല, നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് സെറ്റിലാവും നമ്മൾ ഇൻഷാ അല്ലാഹ്. അതുവരേക്കും നിങ്ങൾ ഇന്ന് ഈ പണം എടുത്ത് ഉപയോഗിച്ചു കൊള്ളൂ എന്ന് സന്തോഷത്തോടുകൂടി അവൾ നിങ്ങൾക്ക് തന്നാൽ ഫകുലൂഹു, നിങ്ങളതെന്ത് ചെയ്യുക? ഭക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ നമ്മളുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ അനീതിയുടെയും വാതിലുകളെ എത്ര മനോഹരമായിട്ടാണ് പടച്ചോൻ അടച്ചു വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും അനാഥ മക്കളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാല്, ഭാവിയിൽ നമ്മളുടെ മക്കൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇസ്ലാം തന്നെ ഏറെ കുടുംബത്തിന്റെ വിഷയത്തിൽ, കുടുംബത്തിൽ നടക്കേണ്ടുന്ന കച്ചവടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇടപാടുകളിൽ ഏറ്റവും അനീതിയാണ് എന്ന് പറയുന്ന അനന്തരാവകാശത്തെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി വിശദീകരിക്കാനാണ്. അതിനുശേഷം അല്ലാഹു വീണ്ടും പറയുന്നത് അനാഥ മക്കളെ കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. അനാഥ മക്കളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അനാഥ മക്കൾ, നിങ്ങൾ ദരിദ്രരാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കീഴിൽ അനാഥ മക്കളുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് ആ അനാഥ മക്കളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? അത് അതിര് കവിഞ്ഞു പോകരുത്. രണ്ടാമതായിട്ട് പിന്നെ പറയുന്നത്, അവരിപ്പം വളർന്ന് പ്രായപൂർത്തി എത്തുമല്ലോ എന്ന് പേടിച്ച് പെട്ടെന്ന് അത് തിന്നു തീർക്കുകയും ചെയ്യരുത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനത്തെ നമ്മൾ പയറ്റാൻ സാധ്യമുള്ള അടവിനെയും അല്ലാഹു എന്ത് ചെയ്യാണ്? വേരോടെ അറുത്തു മാറ്റാണ്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഭയങ്കര പുലിവാലി പിടിച്ച കേസാണ്. അനാഥ മക്കളുടെ സ്വത്തിങ്ങനെ എഴുതി വെക്കുക, എത്ര പോയി, എത്ര ചെലവ്, എത്ര വരവ്, ഇത് കൃത്യമായിട്ട് എഴുതി വെക്കൽ ഭയങ്കര പാടാണല്ലോ. അതുകൊണ്ടൊന്ന് കൊടുത്തൊഴിവാക്കുകയാണ് നമ്മ് എന്ന മട്ടിൽ അവർക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത്?
അവരെ നിങ്ങൾക്ക് അത് ഏൽപ്പിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇനി അവർക്ക് പ്രായപൂർത്തി എത്തിയാൽ, സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടെന്ന നിലയെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതവർക്ക് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതവർക്ക് കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നീതിയെക്കുറിച്ച്, അനാഥ മക്കളെക്കുറിച്ച്, ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ച് എത്രമാത്രം ഹൃദ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് നോക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന പടച്ചോനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് റബ്ബ് ആദ്യം പറഞ്ഞു വെച്ചത്. എങ്ങനെ? ഈ അനന്തരാവകാശത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സമ്പത്തുള്ള മനുഷ്യന്റെ സ്വത്തിനെ കുറിച്ച് മാത്രമാണല്ലോ ഈ പറയുന്നത്. ഇനി ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന് വിചാരിക്കാം, ഉള്ള സകല സ്വത്തുക്കളും വിറ്റിട്ടാണ് ആ മനുഷ്യന്റെ ചെലവ് നടത്തിയെന്ന് വിചാരിക്കുക, ചികിത്സാ ചെലവ് നടത്തിയെന്ന് വിചാരിക്കുക, വീടും വിറ്റു, പറമ്പ് വിറ്റു, നാട്ടുകാരിൽ നിന്നും പണം സമാഹരിച്ചിട്ടാണ് ഒരു ക്യാൻസർ പേഷ്യന്റായ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമവും നമ്മൾ നടത്തിയെന്ന് വെക്കുക. എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന് വെക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉണ്ടാവും അല്ലെ, ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ എന്താ പറയുക, നുറുങ്ങുന്ന വേദനയോടുകൂടി ആ മനുഷ്യരങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ മയ്യത്തിന് അവിടെ കിടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു, അത് പിതാവോ സഹോദരന്മാരോ ആരുമാവട്ടെ, അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയണം, നിങ്ങൾക്കാർക്കെങ്കിലും ഈ മനുഷ്യൻ കടം തരാനുണ്ട് എങ്കിൽ ഞാനിതാ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ബന്ധത്തിന്റെ കൂടി പേരാണെന്ത്? ഇസ്ലാമിലെ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ധനികരുടെ സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല, ദരിദ്രനായ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ പോലും ഇതാ അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുക്കുവാൻ ശേഷിയുള്ള, അതിന് തയ്യാറാവുന്ന മനസ്സിനെ കുറിച്ചു കൂടിയാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഭദ്രമായിട്ട് കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ച്, അതിലെ നീതിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ കാരണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്നാലോചിച്ച് നോക്കുക, ഈ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴേ സൂറത്തു നൂറില് ആയിഷ ബീവിയുടെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട്. ആയിഷ ബീവിയും വേറൊരു സഹാബിയും തമ്മിൽ എന്തോ ഒന്നുണ്ട് എന്ന ആളുകൾ ഇങ്ങനെ മെല്ലെ പറഞ്ഞു. അവസാനം നാടൊട്ടുക്കും അതെന്ത് ചെയ്ത് പ്രചരിപ്പിച്ചു. തബൂക്ക് യുദ്ധത്തിന് ശേഷം അവർ നടത്തിയ യാത്രയിലെ ആയിഷ ബീവി ഒറ്റപ്പെടുന്നതും ഒരു സഹാബി അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് സുരക്ഷിതമായിട്ട് മദീനയിൽ എത്തിക്കുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ഒടുവില് ആയിഷ ബീവി എത്തിയത് സമയത്ത് ആയിഷ ബീവി മാത്രം ഇത് അറിയില്ല, എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ട്. എന്തോ ഉണ്ട് കേട്ടോ ആയിഷ ബീവി ആ മനുഷ്യനും തമ്മിൽ സഫാനുമായിട്ട്. ഒടുവിൽ ഇത് എങ്ങനെയോ ആയിഷ ബീവി അറിയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നാഥ, മനസ്സുകൊണ്ടുപോലും തെറ്റ് വിചാരിക്കാത്ത ഈ ഒരു സമയത്ത് നാഥ, നീ എന്നെ പരീക്ഷിക്കരുത് തമ്പുരാനെ. ഒടുവിൽ ഏഴാം ആകാശത്ത് നിന്നും റബ്ബിന്റെ ഇടപെടലുണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നു. എന്നിട്ട് പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾക്കൊരു വാർത്ത വന്നു എത്തുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും അബദ്ധമായിരിക്കും, ഈ വാർത്ത തെറ്റായിരിക്കുമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത്? ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വർത്തമാനം പറയുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി മാത്രം ആ കാര്യം കൈകാര്യം ചെയ്യുക. എല്ലാ മെസ്സേജുകളും ഫോർവേഡ് ചെയ്യാനുള്ളതല്ല, എല്ലാ മെസ്സേജുകളും ചിന്തിച്ചതിന് ശേഷം മാത്രം ഫോർവേഡ് ചെയ്യാനുള്ളത് എന്നതുകൂടിയാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ കുറിച്ച് ആരെങ്കിലും ദുഷിച്ചു പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് തീർച്ചയായിട്ടും തെറ്റായ ഒരു മെസ്സേജ് മാത്രമാണെന്ന് എന്തുകൊണ്ടാണ് ആയിഷ ബീവിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല? പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുമായിരുന്നു എന്ന് ഗൗരവപ്പെട്ട ഒരു വർത്തമാനം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുന്നുണ്ട്. ആ സമയത്താണ് മനംനൊന്ത ഒരു പിതാവ് അല്ലെ, സ്വാഭാവികമായിട്ട് ഉപ്പ അനുഭവിച്ച സംഘർഷം എന്തൊക്കെയായിരിക്കും ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു കുടുംബ ബന്ധു, ദരിദ്രനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അബൂബക്കറാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണവും അദ്ദേഹത്തിന്റെ വീട്ടു ചെലവും ഒക്കെ ഒരു കുറവുമില്ലാതെ നടത്തി വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് മിസ്തഹ് ഇബ്നു ഉസാസിം, അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധുവാണ്, അദ്ദേഹവും ഇങ്ങനെ ആയിഷയെ കുറിച്ച് പറയുന്ന ആളുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ പറ്റിയില്ല. സ്വാഭാവികമാണ്, നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യാന്ന്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനിനി അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല, സഹായിക്കില്ല, എനിക്ക് വയ്യ,
എന്നെ ഇത്രമാത്രം അറിയുന്ന മിസ്തഹം എൻ്റെ മോളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കൂടിയല്ലോ എന്നൊരു സങ്കടമായിരുന്നോ ആ ഉപ്പക്കുണ്ടായിരുന്നു. ഉപ്പ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യില്ല, ഞാനിനെ മിസ്തഹനൊന്നും കൊടുക്കില്ല. അപ്പോഴാണ് ഏഴാവൻ ആകാശത്തു നിന്നും അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വൽയഅഫൂ വൽയസ്ഫഹു, നിങ്ങൾ ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന. ഈ ആയത്ത് കേട്ടതിനെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറയുന്നുണ്ട്, ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാഹി അന്നാ നുഹിബ്ബു അൻ യഗ്ഫിർ ലനാ യാ റബ്ബനാ, നാഥ ഞങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തമ്പുരാനെ, എനിക്ക് നീ പൊറുത്തു തരണമേ നാഥ എന്ന് പറയുകയും ഉടനെ മിസ്തഹിന്റെ അടുക്കലേക്ക് പോവുകയും മിസ്തഹബിന് ഉസാസയെ മുമ്പ് എങ്ങനെയായിരുന്നു സൽക്കരിച്ചിരുന്നത്, അദ്ദേഹത്തിന് സഹായിച്ചിരുന്നത്, അതിനേക്കാളും മനോഹരമായിട്ട് ധാരാളമായിട്ട് മിസ്തഹബിന് കൊടുക്കുകയും ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ ദേശത്തെ ആറ്റിത്തണുപ്പിച്ചില്ലാതാക്കിയ ഒരു മനുഷ്യനോട് എനിക്കുള്ള വൈരാഗ്യം അത് ഞാൻ വെച്ചു പുലർത്തിയാൽ ഏഴാനാകാശത്തുള്ള എൻ്റെ റബ്ബെനിക്ക് പുറത്തു കൊടുക്കുകയും ചെയ്താലാണ് എന്റെ റബ്ബെനിക്ക് പുറത്തു തരിക എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനം. ഒരു മനുഷ്യമായിട്ടുള്ള ബന്ധത്തിൽ അസാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പൊറുക്കുന്നതോടുകൂടി എന്റെ റബ്ബിനെ കുറിച്ച് വല്ലാതെ സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് കൂടിയാണ് വിശുദ്ധ ഖുർആൻ മനോഹരമായി സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബബന്ധത്തെക്കുറിച്ച്, കുടുംബബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന നിലപാടുകളെ കുറിച്ച്, കുടുംബങ്ങളിൽ നമ്മൾ ഇപ്പോഴും പുലർത്തി വരുന്ന അനിസ്ലാമികമായ നിയമങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 235 ആയത്ത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പഠന വിധേയമാക്കണം. നിങ്ങളിൽ വിവാഹമോചനത്തിന്റെ ആ സമയത്തൊക്കെ നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താണ്? നമ്മൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്യാറുള്ളത്? ഇതാ കാലയളവില് പെണ്ണ് പുരുഷന്റെ വീട്ടിലാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആളുകളാണ് ഇതന്റെ സമയത്ത് പുരുഷന്റെ വീട്ടിൽ നിൽക്കുന്ന എത്ര പെണ്ണുങ്ങളാണുള്ളത്? ഏത് നാട്ടില് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? കാണുന്നുണ്ടോ നമ്മള്? ഇതന്റെ കാലഘട്ടത്തിൽ പെണ്ണുണ്ടാവേണ്ടത് ഹസ്ബൻഡിന്റെ വീട്ടിലാണെന്നും ഈ 3 മാസക്കാലം അവർ ഒരുമിച്ച് താമസിക്കണമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമായിരിക്കും. ചിലപ്പോഴും മക്കളെ ഓടിച്ചാടുന്ന മക്കളും ആ മക്കളോട് അദ്ദേഹത്തിനുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവൾക്കുള്ള പെരുമാറ്റവും കാണുമ്പോൾ വേണ്ട, എല്ലാ ദാമ്പത്യങ്ങളിലും സുഖവും സന്തോഷവും ഉണ്ടാകും, ചിലപ്പോൾ തൃപ്തിയും അതൃപ്തിയും ഉണ്ടാകും. പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ ഒരുമിച്ച് മനോഹരമായി കൊണ്ടുപോകാവുന്നതേയുള്ളൂ ഈ ദാമ്പത്യം എന്ന് മനസ്സിലാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായേക്കാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടുകൂടിയാണ്, നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്നത് നമ്മുടെ സൃഷ്ടാവിനാണ് എന്നതുകൊണ്ടുകൂടിയാണ് നിങ്ങൾ ഇതാ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് ജീവിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സദ്യസംഭാഷണം ഉണ്ടാവണം, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് പിണക്കം, അങ്ങനെയുള്ള കുറെ എന്ത് ചെയ്യുന്നുണ്ട് വ്യവസ്ഥകൾ തട്ടുതട്ടായിട്ട് പറഞ്ഞിട്ടാണ് ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു വിവാഹമോചനത്തിന് പെർമിഷൻ കൊടുക്കുന്നത്. അതും ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഇനി നിങ്ങളിൽ നിന്നും വിട്ടുപോകുവാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ മാന്യമായിട്ട് നിങ്ങളുമായിട്ട് അവരുമായിട്ട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അവരെന്ത് വിട്ടുകൊടുക്കുകയും ചെയ്യുക, വിവാഹമോചനം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ അവരെന്ത് ചെയ്യരുത്, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത് കേട്ടോ. നോക്കാലോ, കാണാലോ അല്ലേ? നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ പിടിച്ചു വെക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 235 ആയത്തിൽ റബ്ബ് പറയുന്നത്, ലാ ജുനാഹ അലൈക്കും ഫീമാ അറൽതും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാഹി ഔ അക്നൻതും ഫീ അൻഫുസിക്കും. ഇതേക്കുറിച്ചാണ് വർത്തമാനം. ഇതാ കാലയളവിലുള്ള സ്ത്രീകളോട് നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ട് എന്ന് റബ്ബിനറിയാമെന്നാണ് അള്ളാഹു പറയുന്നത്. ആരോടാ പറയുന്നത്? പുരുഷന്മാരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ഇതന്റെ സമയത്ത് നേർക്കുനേരെ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, പക്ഷേ നിങ്ങൾക്ക് വ്യംഗ്യമായിട്ട് അതിനെ സൂചിപ്പിക്കാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. എന്റെ സഹപ്രവർത്തകരായ, ഇപ്പൊ ടീച്ചറാണെന്ന് വിചാരിക്കുക, എന്റെ സഹപ്രവർത്തകയായ സ്ത്രീക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിനെ ഒഴിവാക്കിയ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോയ സമയത്തോ പോലും കാണാൻ പെർമിഷൻ ഇല്ല എന്ന് പറയുന്നവരാണ് നമ്മൾ. കാണാൻ പെർമിഷൻ കൊടുക്കാറുണ്ടോ?
അതാ മുസ്ലിമാണ് എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ സഹപ്രവർത്തക അവർ പറയും, അവൾ എങ്ങനെ ഇത് സഹിക്കാൻ എനിക്കറിയില്ല, പക്ഷെ എന്ന് കണ്ടൊന്ന് ചേർത്ത് പിടിക്കണം എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ ആഗ്രഹം പോലും, ഒരു നമ്മുടെ സഹപ്രവർത്തകയുടെ ആഗ്രഹം പോലും നമ്മൾ ഇതാ സമയത്ത് വാതിലൊക്കെ കൊട്ടിയടച്ച് ഇരുട്ട് റൂമിൽ അല്ലെങ്കിൽ 4 മാസവും 10 ദിവസക്കാലം ഇങ്ങനെ ഒന്നും അനങ്ങാതെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ഖുർആൻ ഓതുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രം കടന്നു പോകേണ്ടുന്ന ഒന്നിന്റെ പേരാണോ ഇദ്ദ? അതല്ല. എന്താണ് യുദ്ധ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തെ ആരാണ് വിശുദ്ധ ഖുർആൻ നമ്മെ മനസ്സിലാക്കി കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നിയമങ്ങളെ, ആ നിയമങ്ങളെ കൃത്യമായിട്ട് പഠിക്കാൻ ഈ റമദാനിലെങ്കിലും നമുക്ക് സാധിക്കണമെന്നാണ് ഈ ഖുർആൻ സമ്മേളനത്തിനെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്. റമദാനിലെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ചില വിഷയങ്ങളെങ്കിലും നമ്മുടെ മക്കളുമായിട്ട് സീരിയസ് ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറയും അല്ലെ. ഈ അടുത്തൊരു ഖുർആന്റെ കോഴ്സ് കഴിഞ്ഞ ഒരു ടീച്ചർ, അവർ കുറെ കാലം ഹെഡ് നേഴ്സ് ആയിരുന്നു, നേഴ്സ് പറയണ്ടായി, എനിക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കിട്ടിയിരുന്നില്ല, എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല, കുറഞ്ഞ മദ്രസ വിദ്യാഭ്യാസം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിട്ടയർഡ് ലൈഫിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നതായിരുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം സാധാരണ ഒരു സിലബസ് പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന മാറ്റമല്ല, മറിച്ച് അതെന്റെ ജീവിതത്തിന്റെ തന്നെ മുഴുവൻ മേഖലയും അത് മാറ്റിക്കളഞ്ഞു. എന്റെ ഹറാമായ സമ്പത്തിന് ഞാൻ ഉപേക്ഷിക്കുവാൻ അത് കാരണമായി. ഹലാൽ മാത്രമേ തിന്നാവൂ, ഹറാമൊന്നും വീട്ടിലേക്ക് കയറ്റരുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഹലാലുകളെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് ഇപ്പോഴേ അസുഖബാധിതനായി കിടപ്പാണ്, എനിക്ക് ഉറപ്പുണ്ട് മുൻപത്തെ സ്വഭാവമായിരുന്നു എന്റെതെങ്കിൽ ഒരു നിമിഷം പോലും ക്ഷമയോടുകൂടി അദ്ദേഹത്തിനെ പരിചരിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ പരിചരിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ നിമിഷവും അള്ളാഹു എനിക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം തരുമെന്നുള്ള വിശുദ്ധ ഖുർആൻ പഠിച്ചത് മുഖേനയുള്ള എൻ്റെ ഹൃദയത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത പാഠം കൊണ്ടുകൂടിയാണ് അല്ലേ. ഈ അടുത്തൊരു അധ്യാപകൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ, അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വലിയൊരു പ്രിൻസിപ്പളാണ് ഒരു വലിയ സ്ഥാപനത്തിന്റെ. അദ്ദേഹം എന്നോട് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് എന്താണെന്നറിയുമോ? അത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ ചിറകിന്റെ അടിയിൽ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ആയത്താണ്. ജനാഹൽ ദുല്ലി മിനർ റഹ്മ വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്ന പാഠമാണ്. നിങ്ങൾ അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത് എന്നതാണ്. കാരണം എൻ്റെ ഉപ്പാക്ക് എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ഏകദേശം മറവി രോഗം പിടിപെട്ടു. അദ്ദേഹം എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും പറയാൻ പറ്റൂല. ആൾക്കൂട്ടത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് തുണിയൊക്കെ അയച്ചു കളയും. എന്താണ് നമ്മൾക്ക് പെരുമാറുക എന്നത് നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലാണ് അദ്ദേഹം പെരുമാറുക. പക്ഷെ അപ്പോഴും ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധ ഖുർആനിലെ വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുതട്ടോ എന്ന വർത്തമാനമാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പക്ഷി എങ്ങനെയാണോ തൻ്റെ കോഴിക്കുഞ്ഞ്, ഒരു കോഴി എങ്ങനെയാണോ കോഴിക്കുഞ്ഞിനെ അതിൻ്റെ ചിറകിന്റെ അടിയിൽ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നത്, കഴുകനും പക്ഷിയൊന്നും റാജാണ്ട്, അതുപോലെ നിങ്ങൾ വയസ്സായ നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? സേഫായിട്ട് നിങ്ങളുടെ ചിറകിനുള്ളിൽ ഒതുക്കി നിർത്തണം കേട്ടോ. സാധാരണ നമ്മൾ പാരന്റ്സിനോട് മക്കളെ ഒതുക്കി നിർത്തുന്ന കാര്യത്തിലാണ് ഇത് പറയാ. കോഴിക്കുഞ്ഞിനെയാണ് ഒതുക്കി നിർത്തുക ചിറകിന്റെ അടിയിൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, അല്ലയോ മക്കളെ, നിങ്ങളുടെ വയസ്സായ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ ചിറകിനടിയിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒതുക്കി വെക്കണം, ഇങ്ങനെ സുരക്ഷിതമാക്കി വെക്കണം. അവരോട് നിങ്ങൾ എന്ന വാക്കുപോലും പറയരുത് കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്, ഒരു വയസ്സായ മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടായിരുന്നിട്ട് കൂടി സ്വർഗം നേടാൻ സാധിക്കാത്ത നിങ്ങൾ, എന്ത് കഷ്ടമാണ് നിങ്ങളുടെ കാര്യമെന്ന് മഹാനായ പ്രവാചകൻ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതിനെ കൂടി ഇതിനെ കൂടി ചേർത്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതോടുകൂടി, ഒരു കുടുംബത്തിന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടുകൂടി, കുടുംബം ഇസ്ലാമികപരമായി ചിട്ടപ്പെടുത്തുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന വളരെ മനോഹരമായ സ്വഭാവവിശേഷണത്തെക്കുറിച്ചും നീതിയുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിക്കുന്നതായിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മാറുമെന്നുമാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സൂറത്തുൽ ലുഖ്മാൻ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പഠിക്കണം.
സാധാരണ പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ അടുത്തൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിപ്പോൾ വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ് സൈക്കോളജി ക്ലാസ് പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകൾ മുമ്പൊക്കെ ഞാൻ റെഫർ ചെയ്യുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ റെഫർ ചെയ്യാറുള്ളത് സൂറത്ത് ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ചെറിയ ഉപദേശമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, വളരെ കുറച്ച് ആയത്തുള്ളൂ അത്, പക്ഷേ ഓരോ ഇടത്തും എന്താണ് അദ്ദേഹം തന്റെ മകന് വിളിക്കുന്നത്? യാ ബുനയ്യ എന്നാ വിളിക്കുന്നത്. എന്താണ് നമ്മുടെ മക്കളെ വിളിക്കുന്നത്? എന്റെ പൊന്നാര മോനെ, എന്റെ ചക്കരക്കുട്ടി, എന്റെ കരളെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കളെ വിളിക്കാറുള്ളത്? അടക്കം ആദ്യം തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, മോനെ നിന്റെ വിശ്വാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ എല്ലാത്തിനെയും സമർപ്പണം, നിന്റെ ജീവിതം, നിന്റെ ആരാധനാ കർമ്മങ്ങൾ, നിന്റെ എല്ലാ ആവലാതിയും സങ്കടവും പറയുന്നതൊക്കെയും നിന്റെ റബ്ബിനോടായിരിക്കണം. റബ്ബിനോട് നീ യാതൊന്നും പങ്കു ചേർക്കരുത് കേട്ടോ. ഒരു ഉറുക്കും കെട്ടരുത്, ഒരു ഊതിയ വെള്ളവും കുടിക്കരുത്, ഒന്നിലേക്കും നീ വിളിക്കരുത്. റബ്ബിലേക്ക് നിന്റെ ജീവിതത്തെ മുഴുവൻ നീ സമർപ്പിക്കണം കേട്ടോ എന്ന് തുടങ്ങുന്ന ഉപദേശത്തിൽ അവസാനം കുറെ വർത്തമാനങ്ങൾ അദ്ദേഹം നമസ്കാരത്തെ കുറിച്ച്, സുബ്രിനെ കുറിച്ച്, മാതാപിതാക്കൾ എങ്ങനെയാണ് എൻ്റെ മോനെ നിന്നെ വളർത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായി സംസാരിക്കുന്നത്. ചുരുങ്ങമാണ്, പക്ഷേ വളരെ ചെറിയ വാക്കിൽ ഒരു മകന് കൊടുക്കേണ്ടുന്ന ഉപ്പയുടെ ഉപദേശത്തെ കുറിച്ച് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവസാനമായിട്ട് അതിലെ ഒരു ആയത്തുണ്ട്, നമ്മൾ വിചാരിക്കും എത്ര നിസാരാണെന്നത് അല്ലേ. മോനെ നീ നിന്റെ കവിൾത്തടത്തെ ഒരു മനുഷ്യനെ തൊട്ടും തിരിച്ചു കളയരുത് കേട്ടോ. കവിൾത്തടം തിരിക്കാന്നാണ് എന്താ അർത്ഥം? ഇങ്ങനെ ആക്കാല്ലേ. ഓനല്ലേ തെങ്ങേറുന്ന മനുഷ്യൻ, കറുത്തവനായ മനുഷ്യൻ അല്ലേ, തറവാട്ട് മഹിമയില്ലാത്ത മനുഷ്യൻ, ദരിദ്രനായ മനുഷ്യൻ, വിവരമില്ലാത്ത മനുഷ്യൻ, ഓനല്ലേ. അയാൾ പറഞ്ഞപ്പോ ഞാൻ എന്തിനാ നോക്കുന്നത്? ആ മനുഷ്യൻ സംസാരിക്കാൻ വന്ന ഞാൻ എന്തിനാണത് അത് മൈൻഡ് ചെയ്യുന്നത് എന്ന ഭാവത്തോടുകൂടി നീ ഒരു മനുഷ്യനെയും എന്ത് ചെയ്യരുത്, നിസാരനായി കാണരുത് എന്ന്. എല്ലാ മനുഷ്യനെയും എന്ത് ചെയ്യണം? നീ റെസ്പെക്റ്റോടുകൂടി സമീപിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മോനെ ഒരു മനുഷ്യനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കാരിയായ ഞാൻ തന്നെയാണ് വലിയവനെന്ന് ധരിക്കുന്ന ഒരു മനുഷ്യനെയും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നീ ഏത് പൊസിഷനിൽ എത്തിയാലും നീ മനുഷ്യരോട് വിനയമുള്ള മനുഷ്യനായിട്ട് മാറണമെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകനോട് പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആനിൽ നമ്മൾ വിചാരിക്കുന്ന നിയമങ്ങൾ മാത്രമല്ല, നമ്മൾ വിചാരിക്കും വളരെ ഗൗരവപ്പെട്ട, നമ്മൾ വളരെ മൈന്യൂട്ടെന്ന് കരുതുന്ന നമ്മളുടെ ചെറിയ ഭാവങ്ങളെ കുറിച്ചുകൂടി ഒപ്പിയെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനും വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മുടെ കുടുംബത്തിലെ നിയമങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ചിട്ടകൾ അത് അനിസ്ലാമികമാണോ, ഏതിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത് തന്നെയാണോ എന്ന് വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരായ മനുഷ്യരാണ് നാം. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും മനോഹരമായ കുടുംബത്തെ അങ്ങനെ സെറ്റ് ചെയ്യുവാനും സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാനും മറ്റുള്ള മനുഷ്യർക്ക് ഇതാ നിങ്ങളുടെ ജീവിതത്തിന് ബദലായിട്ട് മനോഹരമായ വിശുദ്ധ ഖുർആനിൽ അടിസ്ഥാനമായ ഒരു ഇസ്ലാമിന്റെ ജീവിത കാഴ്ചപ്പാട് ഞങ്ങളുടെ കൈവശം ഉണ്ടട്ടോ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും സാധിക്കണം. അതിന് സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു കൗമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ച ഒരു ഉമ്മത്തായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഖുർആൻ സമ്മേളനം നമ്മുടെ ജീവിതത്തെ ഒന്ന് റീസെറ്റ് ചെയ്യുവാൻ, ഒന്ന് റീതിങ്കിങ്ങിന് വിധേയമാക്കുന്ന, നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും ആലോചിക്കുകയും ഒരു പരുവപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന ആയുധത്തിന്, നമ്മളുടെ ജീവിതത്തിന്റെ വിശ്വാസം എന്ന ആയുധത്തിന് മൂർച്ച കൂട്ടുവാനും സാധിക്കുന്ന ഒരു സമ്മേളനമായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും ഈ വിശുദ്ധ റമദാനിലേക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ആ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുവാൻ ഭാഗ്യം ലഭിക്കട്ടെ, അതിനൊരു അവസരം ലഭിക്കട്ടെ, മാനസികമായിട്ടുള്ള ഒരു ഒരുക്കത്തിന് നമുക്ക് സാധ്യമാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.